സുബൈർ ബാപ്പുവിനെ സൂക്ഷിക്കുക എന്നുള്ള പല കമന്റുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. എന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടേയിരുന്നുള്ളൂ നിങ്ങൾ. എന്താ ചെയ്യുക? എനിക്കെതിരെ ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുകയാണെങ്കിൽ നല്ലൊരു ബ്രോസ്റ്റ് വാങ്ങിത്തരണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളെപ്പോലത്തെ ആൾക്കാർ എന്നെ വിമർശിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അറിയപ്പെടില്ലല്ലോ. അപ്പൊ എന്നെ വിമർശിക്കുന്ന, എന്നെ വളർത്തുന്ന എന്റെ എല്ലാ ചങ്കുകളോടും നന്ദി അറിയിക്കണം. കാരണം ഇപ്പോ ഒരു കമന്റിൽ കണ്ട ഒരു വീഡിയോ, റിയൽ എസ്റ്റേറ്റ് വീഡിയോന്റെ ഒരു കമന്റിൽ എന്താ കണ്ടറിയോ? അതിലൊരാൾ എഴുതിയിട്ടുണ്ട്, ഇവന്റെ അടുക്കൽ നിന്ന് ആരും സ്ഥലങ്ങളൊന്നും വാങ്ങരുത്, പ്രോപ്പർട്ടികൾ വാങ്ങരുത്. കാരണം ഇവന് കിട്ടുന്ന ക്യാഷ് മുഴുവനും RSSന്റെയും BJPയുടെയും ഫണ്ടിലേക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് ആ ഫണ്ട് വെച്ചിട്ട് ഈ RSSും BJPക്കാരും മുസ്ലിങ്ങളെ, ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും അറ്റാക്ക് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്. ഞാനിങ്ങനെ ആലോചിക്കുക, ഇവരുടെയൊക്കെ ബുദ്ധി എത്രത്തോളം ഇല്ലാതായി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സുബൈർ ബാപ്പുവിന്റെ അടുക്കുന്ന എത്ര പ്രോപ്പർട്ടികൾ എത്ര പേര് വാങ്ങുന്നുണ്ട് അല്ലെ? ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ സത്യത്തിൽ അടി പോയത് കാലഘട്ടത്തും കൂടി 2024 കഴിഞ്ഞു പോയത്. നാട്ടിലെ നാടൻ ബ്രോക്കർമാർക്കൊന്നും പണിയില്ലാതായി പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ 2020 സുബൈർ ബാപ്പു റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വരുന്നത്. 22, 23, 24 എന്ന ഈ കാലഘട്ടം എന്റെ ബിസിനസ്സിൽ ഏറ്റവും സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. ഇപ്പോഴും 25 എന്റെ ഫസ്റ്റ് കച്ചവടം കഴിഞ്ഞു. 2025 ജനുവരി 3 മഞ്ചേരി വെച്ച് ഞാൻ ഫസ്റ്റ് കച്ചവടം കഴിഞ്ഞ് എഗ്രിമെന്റ് ഇവരെ എഴുതി. അപ്പൊ അത്രത്തോളം ഞാൻ എന്നെ, അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ, എന്റെ പ്രേക്ഷകർ, എന്റെ ഫോളോവേഴ്സ് എന്നെ വളർത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണ് എത്തുന്നത് സുബൈർ ബാപ്പുവിന്റെ അടുത്ത് പ്രോപ്പർട്ടി വാങ്ങരുത്, അവന്റെ പ്രോപ്പർട്ടി വാങ്ങിയാൽ അത് RSSനും BJPനെയും അവൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഈ എഴുതുന്ന ആൾക്കാർക്ക് രാഷ്ട്രീയമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നെ വിമർശിക്കുന്ന നിങ്ങൾ പക്ക രാഷ്ട്രീയക്കാരല്ലേ? ഒന്നില്ലെങ്കിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരനായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ BJP എതിർപ്പാളയത്തിലുള്ള CPM-കാരനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരനോ STPI-കാരനായിരിക്കണം അല്ലെ? അങ്ങനത്തെ ആൾക്കാർക്കല്ലേ എന്നെ അങ്ങനെ വിമർശിക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചു, എന്റെ രാഷ്ട്രീയം എന്നുള്ളത് ഞാനൊരു അനുഭാവി മാത്രമാണ്. BJP അനുഭാവിയായിട്ട് വർക്ക് ചെയ്ത കൊണ്ടിരുന്ന ഒരാളാണ്. എന്നാൽ ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് അതും ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പന സപ്പനയിലെ ആൾക്കാർ നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്റെ നിലപാട്. കാരണം രാഷ്ട്രീയം എന്നുള്ളത് സ്വർഗത്ത് പോകാനുള്ളതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ കുത്തകയായിട്ട് കൊണ്ടുവരാനും പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിന് ഉദാഹരണമാണ് 10 വർഷത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ K കരുണാകരന്റെ മോള് ഇന്ന് BJPയിലാണ് അല്ലെ? ഇന്നലെ വരെ BJPക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത, BJPക്ക് വേണ്ടി കോൺഗ്രസുകാരുമായി അടികൂടിയ സന്ദീപ് വാര്യർ ഇന്ന് ഇതിലാ കോൺഗ്രസിലാണ്. ഇത്തിരി ഉള്ളൂ രാഷ്ട്രീയം. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല. ഈ രാഷ്ട്രീയം പറഞ്ഞ ഒരു കുടിപ്പക പോലെ എന്തിനു നിങ്ങൾ കൊണ്ടു നടക്കണം? രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു കഴമ്പില്ല ചെങ്ങന്മാരെ. മതവും രാഷ്ട്രീയവും നിങ്ങളൊരു പകയായിട്ട് മതം നിങ്ങൾ കൊണ്ടു നടന്നോ? നിങ്ങൾക്ക് മതങ്ങൾ, അതായത് മുജാഹിദാണെങ്കിൽ, സുന്നിയാണെങ്കിൽ, മുസ്ലിമാനാണെങ്കിൽ, ക്രൈസ്തവനാണെങ്കിൽ, ഹൈന്ദവനാണെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധനാണെങ്കിൽ, ജൈൻ, നിങ്ങൾ ആ രീതിയിൽ കൊണ്ടു നടന്നു. നമുക്ക് ഒരു ഇതുമില്ല. പക്ഷെ രാഷ്ട്രീയം രാഷ്ട്ര നന്മക്ക് എന്ന രീതിയിലായിരിക്കണം രാഷ്ട്രീയം. അതിനപ്പുറത്തേക്ക് അതിന് കാണരുത്. രാഷ്ട്രീയം നിങ്ങൾ പഠിച്ചിട്ടുള്ളതും നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും നിങ്ങളെ പൂർവികർ നിങ്ങളെ ഇൻജക്ട് ചെയ്തിട്ടുള്ളത് കാര്യമായ എന്താണെന്നറിയോ? രാഷ്ട്രീയം എന്ന് കഴിഞ്ഞാൽ എതിരാളികളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള രാഷ്ട്രീയം. സത്യത്തിൽ അതല്ല രാഷ്ട്രീയം. എതിരാളികളെ അറ്റാക്ക് ചെയ്യുക, എതിരാളികൾ എന്താണോ, ഒരു രാഷ്ട്രീയ എതിരാളി എന്ത് പറയുന്നു അവന് നേരെ തിരിച്ചതിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം എന്നാണ് നിങ്ങളെ കാഴ്ചപ്പാട്. ഒരിക്കലും അങ്ങനെയല്ല. രാഷ്ട്രീയം എന്നാൽ അങ്ങനെയാണോ? ഇപ്പൊ സുബൈർ ബാപ്പു ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ BJP രാഷ്ട്രീയക്കാരനാണെങ്കിൽ സുബൈർ ബാപ്പു എന്താണോ പറഞ്ഞത് അതിനെ കോട്ട് ചെയ്ത് അവനെ എതിർക്കുക എന്നതാണ് രാഷ്ട്രീയം എന്നാണ് നിങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ രാഷ്ട്രീയം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഡെവലപ്മെന്റും രാഷ്ട്രീയത്തിന്റെ വളർച്ചയുമാണ് രാഷ്ട്രീയം. ഒരു റൂട്ടിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു നാട്ടില് ഒരു ബസ് ഉള്ളായിരുന്നു ആദ്യം എന്ന് വെച്ചോളൂ. നിങ്ങളെ ഗ്രാമങ്ങളിൽ ആദ്യം ഒരു ബസ്സായിരിക്കും ഓടിയിരുന്നിരിക്കുക. എന്നാൽ അതിൽ ഓടുന്നുണ്ട് എന്ന് കണ്ടപ്പം കൂടുതൽ ആൾക്കാർ ആ ബസ്സിൽ കയറാൻ വരുന്നു. അപ്പൊ എന്താണ്? സൗകര്യങ്ങൾ കുറവായപ്പോ, ബസ്സിൽ സൗകര്യങ്ങൾ കുറവായപ്പോ വീണ്ടും ബസ് വന്നു. ഈ വീണ്ടും ബസ് വരുമ്പോൾ രണ്ടാമത്തെ ഓണർ രണ്ടാമത്തെ ആളാണ്. ആ ബസ് വരുമ്പോ അവിടെ എന്താണ്? രണ്ടാമതൊരു ബസ് വരുമ്പോ അവിടെ ഫൈറ്റ് അല്ല വേണ്ടത്. അവിടെ എന്താണ്? നിങ്ങൾക്ക് സൗകര്യങ്ങളാണ് കൂടിയിട്ടുള്ളത്. നിങ്ങളെ ഗ്രാമത്തിന് സൗകര്യങ്ങൾ കൂടി. മറ്റേത് രാവിലെ 8 മണിക്ക് ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ആ ബസ് തിരിക്കുള്ളൂ. എന്നാൽ 11 മണിക്ക് വീണ്ടും ഒരു ബസ് വരുന്നു. ആ ബസ് അതിന്റെ അടുത്ത് ഒരു നേരെ 12 മണിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളെ നാട്ടിലേക്കുള്ള സൗകര്യങ്ങളാണ് കൂടുന്നത്. അതുപോലെയാണ് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോട് പറഞ്ഞിട്ട് നടന്നിട്ടില്ല എന്ന് നിങ്ങൾ തൊട്ടടുത്ത രാഷ്ട്രീയ പാർട്ടിക്കാരോട് ചെന്ന് പറയാം, എനിക്ക് ഇന്നമാതിരി പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിച്ചു തരണം എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയക്കാരൻ, നിങ്ങൾ കോൺഗ്രസ്സുകാരനായി നിങ്ങൾ നിലകൊണ്ട ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഒരു ബസ്സിൽ 8 മണിക്ക് ബസ് പോയിരുന്ന ആള് ആ ബസ്സിലെ കണ്ടക്ടറുമായിട്ടോ ബസ്സിലെ ഡ്രൈവർമായിട്ടോ എന്തൊരു കശപിശ നടന്നു നിങ്ങൾ ആ ബസ്സിൽ പോയിട്ടെങ്കിലും തൊട്ടടുത്ത് ഈ ബസ്സിലായാലും നിങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തും. അതുപോലെ ആ ഒരു കാഴ്ചപ്പാട് മാത്രമേ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ മക്കളെ. അതിനപ്പുറം ഒരു രാഷ്ട്രീയത്തിൽ കാഴ്ചപ്പാട് ഉണ്ടാവരുത്.
നിങ്ങൾക്ക് ചോറ് കൂട്ടുന്നതും നിങ്ങൾക്ക് ഉണ്ണാൻ തരുന്നതും ഈ രാഷ്ട്രീയക്കാരല്ല. പക്ഷെ നമ്മളെ വെച്ച് അവർ ഉണ്ണുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരാൾ ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവന് ശമ്പളം കൊടുക്കുന്നുണ്ട് സർക്കാർ, അവന് റൂം കൊടുക്കുന്നുണ്ട് സർക്കാർ. താഴേക്കല്ലുള്ള വാർഡ് മെമ്പർമാർക്ക് കിട്ടുന്നില്ല എന്നുള്ളൂ. വാർഡ് ബ്ലോക്ക് ജില്ലാ മെമ്പർമാർക്ക് പക്ഷെ കിട്ടിക്കൊള്ളുന്നില്ല. അതിക്ക് മേലെ നമ്മുടെ MLA, MP, രാജ്യസഭാ MP, ലോകസഭാ MP ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള ആൾക്കാർ വെറുതെ ഫൈറ്റ് അടിച്ച് വെറുപ്പിന്റെ വിദ്വേഷം പടർത്തിയിട്ട് സൈബർ അറ്റാക്കുകൾ അല്ലെങ്കിൽ സൈബറിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ടാവും. അപ്പം ഏതെങ്കിലും ഒരാൾ ഒരു BJP-കാരൻ പുതുതായിട്ട് പാർട്ടിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അവന്റെ യൂട്യൂബും അത് പോയിട്ട് ഹാക്ക് ചെയ്യുക, അവന് അതിന് കറക്റ്റ് മറുപടി കൊടുക്കുക, അവന്റെ മനസ്സ് ആകെ മുറിവേൽപ്പിക്കുക എന്നൊക്കെ കരുതിയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മക്കൾ നിങ്ങൾക്ക് തെറ്റും. നിങ്ങൾക്ക് പലതും തെറ്റും. കാരണം എന്താ വെച്ചാൽ കാരണം ഒരാൾക്ക് ഒരു നിലപാടാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ നിലപാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത്, ഞാൻ BJP സപ്പോർട്ട് ചെയ്ത ഒരാൾ തന്നെയാണ്, അല്ലെ? BJP സപ്പോർട്ട് ചെയ്ത ഒരാൾ തന്നെയാണ്. എന്നാൽ ഇനി ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അവ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക, അല്ലെ ചോദിക്കുക. അപ്പൊ ഞാൻ മറുപടി തരാം. അല്ലാതെ ഞാൻ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ BJPയെ. എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തത്? അതിനെനിക്ക് വ്യക്തമായ കാരണമുണ്ട്. ഞാൻ മുമ്പ് സപ്പോർട്ട് ചെയ്തിരുന്നു, അതിനെനിക്ക് വ്യക്തമായ കാരണമുണ്ട്. അപ്പൊ അതാണ് നിലപാട് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളതായിട്ടുള്ള സപ്പോർട്ടിങ് ഇല്ലാത്തടത്തോളം കാലം നമ്മളൊരു പാർട്ടി സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ടടുത്ത് ആരാണോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അവരൊപ്പം നിന്നെടുക്കും. ചെങ്ങൈമാരെ അതിന് ഉദാഹരണമല്ല. നിങ്ങൾക്ക് 2 വ്യക്തികളെ ഞാൻ പറഞ്ഞു തന്നു. ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയി. ഇന്നലെ വരെ BJPക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്ന സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിലേക്ക് വന്നു. ഇത് രണ്ടും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന, രണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് രാഷ്ട്രീയം, എന്താണ് രാഷ്ട്രീയ നിലപാട് എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇന്നലെ വരെ മോദിജി ദൈവമായി കണ്ടിരുന്ന സന്ദീപ് വാര്യർക്ക് ഇന്ന് മോദിജി ആരുമല്ല. അദ്ദേഹം വെറുപ്പിന്റെ രാഷ്ട്രീയം കൊടുക്കുന്ന ആള് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രയുള്ള രാഷ്ട്രീയം. അതായത് ഇങ്ങനെ നിൽക്കുന്ന ആളെ ഈ നിൽക്കുന്ന ഒറ്റടിക്ക് മേലൊക്കെ ചാടണം, അതാണ് രാഷ്ട്രീയം. അത്രയുള്ള രാഷ്ട്രീയം, അത്ര തന്നെയുള്ള രാഷ്ട്രീയം. ക്യാഷിന്റെ രാഷ്ട്രീയം, പണത്തിന്റെ രാഷ്ട്രീയം, അങ്ങനത്തെ ആൾക്കാർക്ക് അതേ ഉള്ളൂ. പത്മജ നോക്ക് നിങ്ങൾ. എന്തിനാ പത്മജ BJPയിലേക്ക് പോയത്? എന്താ പോയത്? ഒരു കോൺഗ്രസ് പാരമ്പര്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ജനിച്ചിരിക്കുമ്പോഴേ കോൺഗ്രസും നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരും അത്രത്തോളം ബന്ധമുണ്ടായിട്ട് പോലും ആ കോൺഗ്രസിൽ നിലനിൽക്കാൻ കഴിയില്ല. എനിക്ക് സ്ഥാനമാണ് വലുത്, എനിക്ക് പദവിയാണ് വലുത് എന്ന് കരുതി പാർട്ടി വിട്ടവരാണ് അവര്. അപ്പൊ അതും ഒരു രാഷ്ട്രീയമാണ്. എന്നാൽ എനിക്ക് പദവിയെ വേണ്ട, എനിക്ക് നേതാക്കന്മാരെ വേണ്ട, എനിക്ക് എന്റെ രാജ്യമാണ് വലുത് എന്ന് കരുതി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരി പേര്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് പല പല ചിന്താഗതിയാണ്, രാഷ്ട്രീയ ചിന്താഗതി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ രാഷ്ട്രീയം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞതാണ്. എന്റെ രാഷ്ട്രീയം എന്നുള്ളത് രാജ്യത്തിന് ദ്രോഹമായി നിൽക്കുന്നത് ആരായാലും ശരി, അത് ഞാൻ പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്റെ ക്യാരക്ടറും ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ എങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. BJPയെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ സുരേന്ദ്രനെ ഏറ്റവും കൂടുതൽ രൂക്ഷമായി വിമർശിക്കുന്ന ആളാരാ? മലപ്പുറം ജില്ലയിൽ വണ്ടൂര് ഈ സുബൈർ ബാപ്പുവാണ്. ഏറ്റവും കൂടുതൽ സുരേന്ദ്രനെ ചീത്ത പറഞ്ഞ ആളാരാ? ഞാൻ തന്നെയാണ്. അതാണ് BJPയിൽ നിന്നുകൊണ്ട് തന്നെ ആ പാർട്ടിയിൽ ചരിത്രം കാട്ടിക്കഴിഞ്ഞാൽ അതിന് പറയണം, അല്ലെ? കാരണം സുരേന്ദ്രനെ പറയാൻ കാരണം എന്താ? സുരേന്ദ്രന്റെ മുസ്ലിങ്ങളോട് കാണിക്കുന്ന സമീപനം, മുസ്ലിങ്ങളെ ഒരു തീവ്രവാദികളും മുസ്ലിങ്ങളെ ഒരു ഭീകരവാദികളും മുസ്ലിങ്ങളെ ഒരു മോശക്കാരുമാക്കി കാണുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും തെറ്റ് കഴിഞ്ഞാൽ മൊത്തം മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന സുരേന്ദ്രന്റെ നിലപാടിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് സുബൈർ ബാപ്പു തന്നെയാണ്, അല്ലെ? എടോ, എന്റെ കുഞ്ഞാണ് തെറ്റിയതെങ്കിൽ അത് തെറ്റാണെങ്കിൽ അത് തെറ്റെന്ന് പറയണ്ട. ഞാൻ എന്റെ കുഞ്ഞ് ഒരു ചരിത്രം കാട്ടിക്കഴിഞ്ഞാൽ എന്റെ മോനാണെങ്കിലും അത് ചരിത്രം അല്ലാതാവോ? ആവില്ല. അതേപോലെ തന്നെയല്ലേ കോൺഗ്രസിലും BJPയിലും CPM-ൽ നിന്ന് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ മൂടിവെക്കലല്ല രാഷ്ട്രീയം. എന്നാൽ പല ആൾക്കാരും അങ്ങനെ മൂടിവെക്കുന്നു, പുണ്യാളനായി മാറ്റുന്നു. എന്നാൽ സുബൈർ ബാപ്പുവിന് കിട്ടൂല. ഇപ്പൊ ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ചെറിയ പ്രശ്നങ്ങൾ പോലും ആന കട്ടവനും അടക്ക കട്ടവനും കള്ളൻ തന്നെയാണ്, അല്ലെ? ആന കട്ടവനും അടക്ക കട്ടവനും കള്ളൻ തന്നെയാണ്. അപ്പോ ഇവിടെ നമ്മളെ ലോക്കൽ പാർട്ടികളിൽ ഇവരെ അടക്ക വെക്കുന്നു, മറ്റുള്ളവര് വലിയ നേതാക്കന്മാരെ ആന കാക്കുന്നു. രണ്ടും കളവന്നല്ലേ? രണ്ടും കളവാണ്. പക്ഷെ ഈ കളവിനെതിരെ ചോട്ടാ നേതാക്കന്മാരെ വിമർശിക്കും, ബടാ നേതാക്കന്മാരെ വിമർശിക്കും, അല്ലെ? എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിലപാട് എന്നുള്ളത്? ഈ രാജ്യത്തിന്റെ ഒപ്പം നിൽക്കുക, ഈ നാടിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കുറച്ച് ആൾക്കാർ പറയാം സുബൈർ ബാപ്പുവിന്റെ ഇരുന്ന് പ്രോപ്പർട്ടി വാങ്ങരുത്, അവന് കിട്ടുന്ന പൈസയൊക്കെ അവൻ BJPന്റെ RSSന്റെ ഫണ്ടിലേക്കാണ് കൊടുക്കുന്നത്. ഒരാൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഒരാൾക്ക് ഇന്നേ വരെ സുബൈർ ബാപ്പു BJPന്റെ ഫണ്ടിലേക്കോ RSSന്റെ ഫണ്ടിലേക്കോ പൈസ കൊടുത്തത് തെളിയിക്കാൻ അന്തസ്സിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ ബിരിയാടം ചേർത്തക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടുവാ. എന്നാൽ നിങ്ങൾ പലരും, പല കോൺഗ്രസ്സുകാരും പല CPM-മാരും BJP ഫണ്ടിലേക്ക് എത്ര പൈസ കൊടുത്തിട്ടുണ്ട്? നിങ്ങൾ
ഇല്ലേ? നിങ്ങൾ ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങളെ കോറി നിലനിൽക്കാൻ വേണ്ടിയിട്ട് BJP ഫണ്ടിലേക്ക് പൈസ കൊടുത്തിട്ടില്ലേ? നിങ്ങൾ തെളിയിച്ചു തരുന്ന പേര് വാക്കും. കോൺഗ്രസ്സുകാരനായിട്ട് പോലും CPM-കാരനായിട്ട് പോലും നിങ്ങൾ ബാർ മുതലാളിയായി നീ ഒരുപക്ഷെ CPM-കാരനായിരിക്കാം, കോൺഗ്രസ്സുകാരനായിരിക്കാം, BJP-കാര് ഫണ്ട് ചോദിക്കുമ്പോൾ നീ തന്നിട്ടില്ലേ? കൊടുത്തിട്ടില്ലേ? എന്നിട്ടാണോ നിങ്ങൾ എന്നെ വിമർശിക്കുന്നത്? ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങളോട് ഒറ്റ കാര്യം കൂടി പറയട്ടെ. വിമർശിക്കുന്ന വിദ്വാൻമാരോടാണ് ഞാൻ പറയുന്നത്, ബുദ്ധിജീവികളോട്, സൈബർ അറ്റാക്ക് ജോലിക്കാരോട്. നിങ്ങളൊരു കാര്യം കൂടി പറയട്ടെ. അതായത് നിങ്ങൾ ഈ BJP-നെയും RSS-നെയും നിങ്ങൾക്ക് മൊത്തം അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ അവരുടെ എല്ലാം നിങ്ങൾക്ക് നിരോധിച്ച് ജീവിക്കാൻ ഇവിടെ കഴിയുമോ? ഈ ഭൂമി ലോകത്ത് കഴിയും നിങ്ങൾക്ക്? ഈ കേരളത്തിന്റെ മണ്ണിൽ കഴിയും നിങ്ങൾക്ക്? ഞാൻ പറയട്ടെ, 1, 2, 3 ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പഞ്ചസാര, നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കാതെ ചായ കുടിക്കുമോ? RSS-ന്റേതാണ് കൂടുതൽ. 99.9 ഫാക്ടറിയും RSS നേതൃത്വം നൽകുന്ന RSS-കാരുടെയും BJP-കാരുടെയും ഈ കൈൻ്റെ ഉള്ളനടിയിലാണ് ഈ ഫാക്ടറികൾ. അല്ലാതെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? സിമെന്റ് ഫാക്ടറികൾ 90% ഇന്ന് അതിന്റെ ഓണർമാർ RSS-കാരും BJP-കാരാണ്. ഈ RSS-കാരുടെയും BJP-കാരുടെയും സിമെന്റ് എനിക്ക് വേണ്ട, ഞാൻ വീട് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബഹിഷ്കരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? അന്തസ്സുണ്ട് നിങ്ങൾക്ക്? അതിന് കഴിയോ? ഗുജറാത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡ്രസ്സും ഇപ്പൊ ഞാൻ ഇന്ന് ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് വരെ ഒരുപക്ഷെ ഗുജറാത്തിലെ ഫാക്ടറിയിലായിരിക്കും, ഒരുപക്ഷെ ഇത് RSS-കാരന്റെ കമ്പനി ആയിരിക്കും. നിരോധിക്കാൻ പറ്റും? ഇടാതെ ഞാൻ ഡ്രസ്സ് ഇടുന്നില്ല, ഇത് RSS-കാരന്റെ കമ്പനി ഇതായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇതിന്റെ മേട് എവിടെ നോക്കിയിട്ട് അന്വേഷിക്കട്ടെ, ഇതിന്റെ എവിടെ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ധരിക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇത് തയ്ക്കുന്ന നൂല് അല്ലെ, ഈ ഡ്രസ്സ് തയ്ക്കുന്ന നൂലിന്റെ ഫാക്ടറി വേറെ, അല്ലെങ്കിൽ ഇതിന് ബട്ടൺസിന്റെ ഫാക്ടറി വേറെ. അങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ ഇവിടെ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും ഒക്കെ അതിനകത്ത് ഒക്കെ വിയർപ്പുണ്ടാവും. അതുപോലെ തന്നെ RSS-കാരന്റെയും കോൺഗ്രസ്സുകാരന്റെയും CPM-കാരന്റെയും SDPI-കാരന്റെയും അല്ലാതെ പാർട്ടി ഇല്ലാത്തവന്റെ ഉള്ളവന്റെ ഒക്കെ വിയർപ്പ് നീ ധരിക്കുന്ന വസ്ത്രമായാലും നീ കഴിക്കുന്ന ഭക്ഷണത്തിലായാലും ഒക്കെ ഉണ്ടാകും. അത് മനസ്സിലാക്കിക്കോ. ആശയത്തോടെ നമുക്ക് ഏറ്റുമുട്ടാം, പക്ഷേ ഇതിൽ ഏതിലും രാഷ്ട്രീയം കലർത്തുന്ന നിങ്ങളുടെ ഈ നിലപാടിനെയോടാണ് ഞാൻ വിയോജിക്കുന്നത്. ഏതിനും രാഷ്ട്രീയം. ഒരാള് തിന്നാലും തൂറിയാലും അവിടെ രാഷ്ട്രീയം. തമാശ പറയല്ല. എന്താ ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ മുരടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്, വികസന മുരടിപ്പ്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം തിമിരം പിടിച്ച് നിൽക്കുന്ന ആൾക്കാരും കേരളത്തിലാണ്. നിങ്ങൾക്ക് അറിയോ, ഈ കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമുക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇന്ന് കേരളത്തിൽ നമുക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുക. നമ്മളെ ഇന്ത്യ സ്വതന്ത്രമായിട്ട് എത്ര കാലമായി? നമ്മൾ അതർ സ്റ്റേറ്റുകളിലേക്ക് പോയി നോക്ക്, റോഡുകളുടെ കാര്യങ്ങൾ എടുത്ത് നോക്ക്. നിങ്ങൾ എല്ലാത്തിനും നിങ്ങൾ മെല്ലടിക്കുന്ന ആൾക്കാരല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ റോഡിന്റെ നിലവാരം ഒന്ന് നോക്ക്. മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ഈ RSS-കാരും BJP-കാരും ഒക്കെ ഭരിക്കുന്ന സ്റ്റേറ്റുകളും അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ നോക്ക്. കേരളത്തിന്റെ കാലാവസ്ഥക്കനുസരിച്ചുള്ള റോഡ് പണിയാണോ നടക്കുന്നത്? കേരളത്തിൽ 6 മാസം മഴയാണെങ്കിൽ 6 മാസം വെയിലാണ്. അപ്പൊ അതിനനുസരിച്ച് ഇത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന റോഡുകളല്ലേ കേരളത്തിൽ വേണ്ടത്? അങ്ങനെ ഒരു നിർമ്മാണ ശൈലിയാണ് നടക്കുന്നത്? അല്ല. അത് എവിടെയോ തീരെ മഴ പെയ്യാത്ത കാലഘട്ടത്തിൽ എങ്ങനെയാണോ അതത് സ്റ്റേറ്റുകളിൽ എങ്ങനെയാണോ റോഡ് പണി നടക്കുന്നത്, അതുപോലെ എവിടെ നടക്കുന്നത്? അപ്പൊ നമ്മളൊക്കെ ശരിക്കും നമുക്ക് കിട്ടുന്ന ഓരോ ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ഇപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ മനസ്സിലാക്ക്. നമ്മളെ നാട്ടില് ഒരു റോഡ് പണി നടക്കുകയാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപയ്ക്ക് ഇവർ 100 മീറ്ററൊക്കെ ഉള്ളൂ. 3 ലക്ഷം രൂപ കോൺക്രീറ്റ് ചെയ്യാൻ. കോൺക്രീറ്റ് കൊണ്ട് 3 ലക്ഷം രൂപ വരുമോ? 100 മീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ 10 അടി വീതിയിലേക്ക് 100 മീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ 3 ലക്ഷം രൂപേന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ബാക്കി പൈസ എന്ത് ചെയ്യുന്നു? ഈ രാഷ്ട്രീയം നമ്മൾ വിജയിപ്പിച്ചു വിട്ട രാഷ്ട്രീയ നേതാക്കന്മാരും അതത് പാർട്ടി ഫണ്ടിലേക്കോ 5%, മറ്റുള്ള ഫണ്ടിലേക്ക് 10% എന്ന് പറഞ്ഞിട്ട് വക മാറ്റുന്നു. ഇതിൽ ചെയ്യുന്നത് എന്നിട്ട് ആ പൈസ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ സാധാരണക്കാരനായ നീയും ഞാനൊക്കെ എന്തിനാടോ തല്ലിക്കൂടുന്നത്? ഉളുപ്പില്ലാത്തവരെ, വേറെ പണിക്ക് പോയി കൊടുങ്ങക്ക്. ആവശ്യമില്ല തല്ല് കൂടിയിട്ട് എന്ത് നേടാനാ? നമുക്ക് എന്തെങ്കിലും ഗുണുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണുണ്ടോ? ഈ പൊളിറ്റിക്സ് ഫൈറ്റ് എന്തിനാണ്? നമ്മളെ ഒരു നേതാക്കന്മാരും നമുക്ക് സ്വന്തമല്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്ക്. ഒരു നേതാക്കന്മാരും സുബൈർ ബാപ്പു സ്നേഹിക്കുന്ന ഒരു നേതാവും സുബൈർ ബാപ്പുവിന് സ്വന്തമല്ല. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു നേതാവും നിനക്ക് സ്വന്തമല്ലടാ. സന്ദീപ് വാര്യരൊക്കെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഞാൻ. ആ സന്ദീപ് വാര്യർ എനിക്ക് സ്വന്തമാണോ? അല്ല. ഇന്ന് അദ്ദേഹം കോൺഗ്രസ് പാളയത്തിലെത്തി. പത്മജ വേണുഗോപാലിനെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ നിങ്ങൾ ഒത്തിരി പേരില്ലേ? ആ പത്മജ ഇന്ന് എവിടെയാ? BJP പാളയത്തിലെത്തി. അപ്പൊ ഒരു നേതാവും നിനക്ക് സ്വന്തമല്ല. രാഷ്ട്രീയക്കാരായ ഒരു നേതാവും നിനക്ക് സ്വന്തമല്ല. ആ തിരിച്ചറിവ് നിനക്ക് ഉണ്ടാവണം. നിന്റെ രാഷ്ട്രീയ നേതാവ് മാറുമ്പോൾ നീ പാർട്ടി മാറുമോ? ഇല്ല. അപ്പൊ നീ ആ നേതാവിനെ തള്ളി പറയാൻ തുടങ്ങും, എന്നാലും ആ പാർട്ടിയിൽ നിലനിൽക്കും. ആ രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ടായിരിക്കും നീ 10 ആൾക്കാരെ കൈയും കാലും വെട്ടിയാൻ പോയതും അടികൂടാൻ പോയതൊക്കെ.
പക്ഷെ ആ രാഷ്ട്രീയ നേതാവ് നിന്നെയും തള്ളിയിട്ട് ആ പാർട്ടിയെ തള്ളിയിട്ട് അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വേറെ പാർട്ടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. എന്നിട്ട് ആ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ തല്ലുകൂടണം? എന്തിനു കൂടണം? ആവശ്യമുണ്ടോ? അങ്ങനെ തല്ല് കൂടണ്ടടോ. നിന്റെ ഈ രാഷ്ട്രീയം എന്നുള്ളത് ഈ ഭൂമി ലോകത്ത് അവനവന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ മാത്രമാണ്. രാഷ്ട്രീയത്തിന് അതിനപ്പുറം ഒന്നുമില്ല. നിന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ മാത്രം നീ രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ചാൽ മതി. അതിനപ്പുറം നിനക്ക് ഒരു കുന്തത്തിന് അവർ വേണ്ട. അവരും അതുപോലെ തന്നെ നിന്നെ ഉപയോഗിക്കുന്നത് നീ മനസ്സിലാക്കുക. അവർക്കൊരു ഇലക്ഷൻ കാര്യങ്ങളും വരുമ്പോൾ അവരൊപ്പം സ്ക്വാഡ് വർക്ക് ചെയ്യാനും അവർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനും മാത്രമാണ് അവർ നിന്നെ ഉപയോഗിക്കുന്നത്. തിരിച്ച് നീയും അങ്ങനെ ആയിരിക്കണം. നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നീ അവരെ യൂസ് ചെയ്യേണ്ട അതേ രീതിയിൽ തന്നെ ആയിരിക്കണം. നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ അവര് നിന്റെ കൂടെ നിന്നിട്ടില്ല എങ്കിൽ നീ അപ്പത്തന്നെ അവനെ തള്ളുമോ ഇല്ലേ? തള്ളി വിടും. അതല്ലേ സന്ദീപ് വാര്യർ ചെയ്തത്? അതല്ലേ പത്മജ വേണുഗോപാൽ ചെയ്തത്? അതല്ലേ അബ്ദുള്ളക്കുട്ടി ചെയ്തത്? അല്ലെ? ഇതൊക്കെ നമ്മുടെ മുന്നിലെ പാടല്ല മക്കളെ. പിന്നെ എന്തിനാടാ നമ്മൾ ഈ സാധാരണ ഈ ലോക്കൽസ് അങ്ങനെ തന്നെ പറയാം, സാധാരണ നമ്മളെ പോലുള്ള ആൾക്കാർ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ തിളക്കുന്നത്? അനക്കും എനിക്കൊക്കെ എന്ത് ഗുണം അതിനോട് കിട്ടുന്നത്? ഞാൻ ഈ കമന്റ് ചെയ്ത കമന്റ് ആളുകളോട് ഒന്നും എഴുതാറില്ല. കാരണം അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. ചില CPM-ന്റെ ആൾക്കാരും ചില STP-ന്റെ ആൾക്കാരുടെ ഒക്കെ കമന്റ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അവരെ കാണണി കണ്ട് കൊടുക്കാൻ തോന്നും. സത്യം പറയാലോ, അസൈസ് കലിപ്പ് വരും നമുക്ക്. പക്ഷെ എന്തിനടാ നമ്മൾ നിൽക്കുന്നത്? എന്തിന്? നമുക്ക് എനിക്കും ഇപ്പൊ നിങ്ങളൊക്കെ അതിൽ ഫേക്ക് ഐഡിയയിലേക്ക് വന്നിട്ട് അല്ലെ ഒത്തിരി പേര് വളരെ മോശമായ കമന്റുകൾ എഴുതുന്നുണ്ട്. എടോ, ഒരു കാര്യം നീ മനസ്സിലാക്ക്. നീ ഫേക്ക് ഐഡിയയിൽ വന്നിട്ട് നീ നിനക്ക് ഇഷ്ടപ്പെടുന്ന കോൺഗ്രസോ BJP STP-യോ CPM-ഓ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങനെ എല്ലാ സമയത്ത് ഫുൾ ടൈം നീ സൈബർ പോരാളിയിൽ നിൽക്കുന്ന ഒരാളാണ്. എടോ, നിന്റെ വീട്ടിൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു അറ്റാക്കോ ബ്ലോക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റോ എന്തെങ്കിലും പറ്റി ആ സമയത്തായിരിക്കും നീ ആ നേതാവിനെ വിളിക്കുന്നത്. മെമ്പറെ അല്ലെങ്കിൽ MLA എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം, നിങ്ങളൊന്ന് ആ ഓഫീസിൽ ഒന്ന് വിളിച്ച് പറഞ്ഞു പറയുമ്പോൾ MLA പറയാം, ഞാൻ അവിടെ അല്ല, ഞാൻ ഫ്ലൈറ്റിലാണ്, എനിക്കിപ്പോൾ വിളിക്കാൻ പറ്റില്ല, ഞാൻ ഇപ്പോൾ കയറട്ടോ എന്ന് പറഞ്ഞ് പോകുമ്പോൾ എടോ നിനക്ക് ആ പാർട്ടിയോടുള്ള മതിപ്പ് അവിടെ അവസാനിക്കാണ്. അന്ന് വരെ നീ കണ്ടിരുന്ന സ്വപ്നമല്ല. നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ ആ നേതാക്കന്മാരും ആ പാർട്ടി അണികളും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തീർന്നു ആ പാർട്ടിയോടുള്ള സ്നേഹം. ഇത്രയുള്ളതാണ് രാഷ്ട്രീയം, ഇത്രയുള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്തിനാണ് മക്കളെ നമ്മൾ നമ്മുടെ സമയം, വിലപ്പെട്ട സമയം കളയണത്? സുബീർ ബാപ്പുവിന് കളയാറില്ലല്ലോ. സുബീർ ബാപ്പുവിന് കിട്ടൂല. സുബീർ ബാപ്പുവിന്റെ നിലപാടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ നിലപാട് പറഞ്ഞാൽ ഞാൻ BJP-യെ സപ്പോർട്ട് ചെയ്തിരുന്ന കാലത്ത് എന്റെ നിലപാടും ഇപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യാതെ സൈലന്റ് ആയിരിക്കാണ്. ഞാൻ തള്ളി പറയുന്നില്ല. എന്നാൽ എന്തുകൊണ്ട് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ. അതിന് എനിക്ക് റീസൺ ഉണ്ട്, കാരണമുണ്ട്. പക്ഷെ അത് ചോദിക്കാൻ പോലും നേതാക്കന്മാരില്ലാത്ത ഒരു പാർട്ടിയെ ആയിരുന്നു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാക്കരുത്തില്ല. മനസ്സിലാവുണ്ടോ? കാരണം എല്ലാ പാർട്ടിയും അങ്ങനെ തന്നെയാണ്, എല്ലാ പാർട്ടിയും അങ്ങനെ തന്നെയാണ്. കാരണം അവർക്ക് അവരുടെ ഇലക്ഷൻ സമയത്ത് മാത്രം മതി നമ്മളെ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വീട്ടിലേക്ക് വരാനോ നിങ്ങളെ കാര്യം അന്വേഷിക്കാനോ ഒരാളും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇലക്ഷൻ സമയത്താണെങ്കിൽ പറയണം, എന്റെ അമ്മായിക്ക് തീരെ സുഖമല്ലോ, അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് തീരെ സുഖമല്ല, നിങ്ങളെ ഭാഗത്തിന് സപ്പോർട്ട് വേണം, മരുന്നിന് പൈസ ഇല്ല എന്ന് പറയും. അതിന് ഞാനില്ലേ, ഞങ്ങളില്ലേ, നമ്മളെ പാർട്ടി പിന്നെന്തിനാ, നമ്മുടെ സംഘടന പിന്നെന്തിനാ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങളെ കൂടെ സംസാരിക്കാനൊക്കെ. മക്കളെ, അവർക്ക് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ ആവശ്യം അവർക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോ പറയും, അപ്പടാ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഇജ്ജൊന്ന് പോയിട്ട് റെക്കമെൻഡ് ചെയ്യാറ്. എന്നിട്ട് ഈ നമ്മൾ ചില ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ എന്റെ വീട്ടിലേക്ക് ചില സ്ഥാനാർത്ഥികളൊക്കെ വരുന്ന സമയത്ത് ഞാൻ അവരൊക്കെ ചീത്ത പറഞ്ഞ ആട്ടിയിരുന്നു. ചീത്ത പറഞ്ഞ ആട്ടിയാൽ ഇവരെന്ത് ചെയ്യും? എടോ, എനിക്ക് അവിടെ അയാളുടെ അടുത്ത് ചെല്ലാൻ പറ്റില്ല, നീ വേറെ ആളെ, അയാൾ എന്ത് ചെയ്യും? ആ മെമ്പറിനെ വേറെ ആളെ കൂട്ടും. നീ നമ്മളെ പാർട്ടിക്കാരൻ, നമ്മളെ വോട്ട് പോകരുത് കേട്ടോ, എന്നോട് അവന് ദേഷ്യം, എനിക്ക് ചോദിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് പോയി ചോദിക്കാറ്. അപ്പൊ അവന് ബന്ധമല്ല ആരെങ്കിലും കണ്ടുമുട്ടിയിട്ട് ആ ആളെ കൊണ്ട് നോക്കാം. സംഗതി ബാപ്പുജി പറഞ്ഞമാർക്ക് തന്നെ നമ്മളെ നേതാക്കന്മാരുടെ അടുത്ത് ചെറിയ വീഴ്ചയൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളെ പാർട്ടി, നമ്മളെ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ CPM പാർട്ടി, നമ്മുടെ ലീഗ് പാർട്ടി, അത് നമ്മുടെ രക്തമല്ലേ, എന്റെ ഫാദർ അതിൽ പ്രവർത്തിച്ച ആളല്ലേ, നിങ്ങളൊക്കെ തറവാട് കോൺഗ്രസ്സുകാരല്ലേ, തറവാട് CPM-മാരല്ലേ, തറവാട് ലീഗുകാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ ആളെ പേര് വിടും. എന്നിട്ട് ശരി ആയിക്കോട്ടെ, ഇത് ജഡ്ജി ഇപ്പൊ ഒന്ന് ക്ഷമിക്ക്, ഈ ഒരു വോട്ട് നമ്മുടെ പാർട്ടിക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീണ്ടും മസ്ക് ഇട്ട് നമ്മുടെ പാനം മാറ്റി ആ വോട്ട് വാങ്ങും. പിന്നെയും അവരതുപോലെ തന്നെ. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മക്കളെ, രാഷ്ട്രീയം തലപ്രാന്താവരുത്. രാഷ്ട്രീയം ഇവിടെയുള്ള കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളെ നിലനിൽപ്പിന് മാത്രം ഉപയോഗിക്കുക, നിങ്ങൾക്ക് നിലനിൽക്കാൻ മാത്രം ഉപയോഗിക്കുക. ഉദാഹരണങ്ങൾ 2-3 ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു. ഒന്ന് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയി, ഒന്ന് സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നു, പിന്നെ ഒന്ന് അബ്ദുള്ളക്കുട്ടി എല്ലാ പാർട്ടിയിലേക്കും പോയി അവസാനം BJP-യിലെത്തി. അദ്ദേഹമാണ് കിലാഡിയോം ക കിലാടി, രാഷ്ട്രീയത്തിലെ തന്ത്രശാലി എന്നാണ് ഞാൻ അബ്ദുള്ളക്കുട്ടിയെ പറയാറുള്ളത്. കാരണം അദ്ദേഹമാണ്
സബ്സെ ബഡാ കിലാടി. കാരണം കോൺഗ്രസ്സുകാരെ കൊണ്ടും വോട്ട് ചെയ്യിപ്പിച്ചു, CPM-മാരെ കൊണ്ടും വോട്ട് ചെയ്യിപ്പിച്ചു, BJP-കാരെ കൊണ്ടും വോട്ട് ചെയ്യിപ്പിച്ചു. അല്ലെ? അയാളാണ് എല്ലാരെ കൊണ്ടും തെറി വാങ്ങിയ ആളാണ്. എല്ലാരെ കൊണ്ടും സിന്ദാബാദ് വിളിപ്പിച്ച ഏക നേതാവ് ഉണ്ടെങ്കിൽ അത് അബ്ദുള്ളക്കുട്ടിയാണ്. ആണോ? അല്ലേ? കോൺഗ്രസ്സുകാരെ കൊണ്ടും ചീത്ത വിളിപ്പിച്ചു. കോൺഗ്രസ്സുകാരെ കൊണ്ട് CPM-ൽ ഇരിക്കും അബ്ദുള്ളക്കുട്ടിയെ മൂരാച്ചി എന്ന് വിളിപ്പിച്ച്, നേരെ മറിച്ച് അതേ കോൺഗ്രസ് പാളയത്തേക്ക് വന്ന് CPM-മാരെ കൊണ്ടും ചീത്ത അറിയിപ്പിച്ചു. എന്ത്? ഇന്നലെ വരെ നക്കിത്തിന്ന് CPM-ന്റെ തണലിൽ ജീവിച്ച നീ ചെറ്റെ എന്ന് ആരെ കൊണ്ട് വിളിപ്പിച്ചു? CPM-മാരെ കൊണ്ടും അബ്ദുള്ളക്കുട്ടിയെ ചീത്ത വിളിച്ചു. എന്നിട്ട് കോൺഗ്രസ് ഒക്കെ പോയി. അവസാനം ഇവർ രണ്ടുപേരും ചീത്ത അറിഞ്ഞു. എങ്ങനെ? എടോ, കോൺഗ്രസിലും CPM-ലും നിന്നിട്ട് ഇന്ത്യ മുന്നണിയായി നിന്ന് ഇന്ന് നീ RSS-ന്റെ വടിയാളായി നിന്നുകൊണ്ട് പ്രവർത്തിക്കലട അബ്ദുള്ളക്കുട്ടി ചെറ്റേ എന്ന് കോൺഗ്രസിനെ കൊണ്ടും CPM-നെ കൊണ്ടും കൂട്ടി ചീത്ത അറിയിപ്പിച്ചു. കേട്ട് വളർന്ന് അങ്ങനെ കിലാടിയായ അബ്ദുള്ളക്കുട്ടിയും നമുക്ക് ഓരോ പാഠങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. അവരൊക്കെ എന്താണ് പാഠം? നമുക്ക് എന്ത് ഗുണപാഠമാണ് ഇവർ പഠിപ്പിച്ചിരുന്നത്? രാഷ്ട്രീയം എന്നുള്ളത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന് പഠിപ്പിച്ചെന്ന മഹാന്മാരാണ് അബ്ദുള്ളക്കുട്ടിയും, അതുപോലെ പത്മജ വേണുഗോപാലും, അതുപോലെ അവസാനം ശ്രീ സന്ദീപ് വാര്യരും ഒക്കെ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ്? ഒന്നും തലക്ക് പിടിക്കരുത്. അവനവൻ നിൽക്കുന്ന സംഘടനയിലെ അവനവന് കാര്യമുള്ളിടത്തോളം കാലം ഇൻക്ലാബ് വിളിക്കുക. അവനവന് കാര്യമില്ലാന്ന് തോന്നു കഴിഞ്ഞാല് അതിനെ തള്ളിപ്പറഞ്ഞ് എടാ ചെറ്റകളെ പോയിടാ പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ചേട്ടാ എടാ ഇവനാടാ ഉഷാർ എന്ന് പറയാം. ഇതാണ് രാഷ്ട്രീയം. ഇങ്ങനെയാവണം കേരള രാഷ്ട്രീയം. അല്ലാതെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പോൾ STPക്കാരുടെ ഫാക്ടറിയാണ്, STPക്കാരുടെ കമ്പനിയാണ്. അതിൽ STPക്കാരുടെ കമ്പനിയിൽ RSSകാർ ജോലി ചെയ്യുന്നുണ്ടാവും, പല ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് എതിർക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ജോലി ചെയ്യും, എങ്ങനെ ജീവിക്കും? RSSകാരനായ മോദി തരുന്ന പൈസ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 6000 രൂപ വാങ്ങാതെ നിൽക്കുന്നുണ്ടോ? അതിന് ഏറ്റവും കൂടുതൽ ക്യൂ നിൽക്കുന്നത് മുസ്ലിംസാ. RSSകാരനായ പ്രധാനമന്ത്രിയാണ് അയാള്. അയാളുടെ ഒരു ഓഷാരം നമുക്ക് വേണ്ട, അയാളുടെ ഒരു അനുകൂല്യം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി തരുന്ന 6000 രൂപ നിങ്ങൾ ആരെങ്കിലും നിഷേധിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളോട് മറുവാദം ഉന്നയിക്കും, അത് ഇന്ത്യന്റെ പൈസ അല്ലേ, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ, അയാൾ ആരാ, അയാൾ ഇന്ത്യന്റെ സർക്കാരിന്റെ പൈസ, അയാളെ പോക്കറ്റെത്ത പൈസ അല്ലേ തരുന്നത്, നമ്മുടെ നികുതി അല്ലേ തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് മറുവാദം ഉന്നയിച്ച പൈസ വാങ്ങും. അതിനാണ് ബുദ്ധി. അത്ര തന്നെ നമ്മൾ ചെയ്യേണ്ടത്. അതന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് ഗുണം കിട്ടുന്ന കാര്യത്തില് അവിടെ അവൻ RSSകാരനാണെന്ന് BJPക്കാരാണെന്ന് നോക്കണ്ട. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അവന്റെ അടുത്തേക്ക് ചെല്ല്. ഞാനതാണ് മറ്റൊരു ഉദാഹരണം പറഞ്ഞത്. സൗകര്യങ്ങൾ നോക്കിയിട്ട് ബസ്സിൽ കയറുക. അപ്പൊ നിങ്ങളെ അലോകത്ത് സാധാ ഓർഡിനറി ബസ്സുണ്ട്, സൂപ്പർ ഫാസ്റ്റും ഉണ്ട്. അതിൽ നിങ്ങൾ സൗകര്യങ്ങൾ നോക്കി കയറാം. അപ്പൊ നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ നമ്മളെല്ലാവരും ഈ ട്രെയിനിൽ ലോക്കല്, സ്ലീപ്പർ, അതുപോലെ AC, സെക്കൻഡ് AC ഒക്കെ ഉണ്ടാവും. എന്നാൽ ഈ ട്രെയിന് എല്ലാവർക്കും ഒരേ യാത്രയാണ് ചെയ്യുന്നത്, എല്ലാവർക്കും ഒരേ സമയത്ത് എത്തുന്നത്. 10 മണിക്ക് എന്ന് പറഞ്ഞാൽ ആ 10 മണി സമയത്ത് സ്ലീപ്പറിലെ ആൾക്കാരും AC-യിലെ ആൾക്കാരും കറക്റ്റ് ആ സ്റ്റേഷനിൽ എത്തും 10 മണിക്ക്. എന്നാൽ എന്താണ് വ്യത്യാസം? എന്തുകൊണ്ട് നമ്മൾ AC തിരഞ്ഞെടുക്കുന്നു, എന്തുകൊണ്ട് സെക്കൻഡ് AC തിരഞ്ഞെടുക്കുന്നു, എന്തുകൊണ്ട് നമ്മൾ ലോക്കൽ മതി എന്ന് പറയുന്നു? ഈ ലോക്കൽ ആവുമ്പോൾ നമുക്ക് പൈസ കുറഞ്ഞു കിട്ടും, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടി റിസ്ക് എടുത്ത് പോകേണ്ടി വരും. എന്നാൽ AC കമ്പാർട്ട്മെന്റിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് സൗകര്യങ്ങൾ കൂടും, പൈസ കുറച്ച് കൂടുതലും ചെലവാകും. അല്ലെ? അപ്പൊ നമ്മളാണ് ചോയ്സ് ചെയ്യുന്നത്, ഇത് AC ക്ലാസ്സിൽ പോകണോ അതല്ല നമുക്ക് സ്ലീപ്പറിൽ പോകണോ ലോക്കലിൽ പോകണോ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമുക്ക് സൗകര്യമുള്ള പാർട്ടികൾ, പഴയ പാർട്ടിയാണ് എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സൗകര്യങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാലാനുസൃതമായ മാറ്റങ്ങൾ ഒരു പക്ഷേ പഴയ പാർട്ടിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോഴും പല ഓഫീസുകൾ നിങ്ങൾക്കറിയില്ല, ഇപ്പോഴും കമ്പ്യൂട്ടർ വൽക്കരണം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴും കമ്പ്യൂട്ടറുകളില്ലാത്ത പല ഓഫീസുകൾ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ്? അവര് ആ പഴമയിൽ നിന്ന് പുതുമയിലേക്ക് മാറിയിട്ടില്ല. നേരെ മറിച്ച് ഫാസ്റ്റ് ടെക്നോളജി യുഗം മാറുമ്പോൾ നമുക്ക് അതിലൂടെയാണ് സഞ്ചരിക്കാൻ താല്പര്യമെങ്കിൽ നമ്മൾ ഇപ്പൊ നോക്കൂ, ഇന്നലെ വരെ സുബൈർ ബാപ്പുവിന്റെ പോക്കറ്റിലൊക്കെ 10,000 കിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചോളി. നിങ്ങളൊക്കെ പോക്കറ്റിൽ ഉണ്ടാവും, ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ പോക്കറ്റിൽ എന്തായാലും 50,000 അല്ലെങ്കിൽ 25,000 ഒക്കെ ഉണ്ടാവും. എന്നാൽ ഇന്നത്തെ കാലഘട്ടം മാറി, ഇന്ന് ഡിജിറ്റൽ യുഗമായി. ഇന്ന് നമ്മുടെ കയ്യിൽ എന്താണ്? പൈസ പോക്കറ്റിൽ ആരും വെക്കാറില്ല. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ കൊണ്ടു നടക്കുന്ന ഇതുപോലുള്ള മൊബൈലിൽ 10 ലക്ഷം 20 ലക്ഷം ഉണ്ടാവും. ഇതിനുള്ളിൽ ഉണ്ടെന്ന് ആർക്കും അറിയാനും പറ്റില്ല. സ്വകാര്യതയാണ്. അപ്പം നമുക്ക് സൗകര്യം കൂടി നമ്മൾ ആ ഡിജിറ്റലിലേക്ക് നമ്മൾ പൈസ മാറ്റി. അപ്പൊ അതുകൊണ്ട് എന്താ സുഖം, നമുക്ക് ഈ നമ്മുടെ എയിലി നമുക്ക് ധൈര്യമായിട്ട് യാത്ര ചെയ്യാം. ഈ പൈസ പോക്കറ്റ് അടിക്കുന്ന ആൾക്കാരില്ല, ആ പേടിക്കണം, ഒന്നും പേടിക്കണ്ട. അപ്പം കാലാനുസൃതമായി മാറ്റം മാറിയപ്പോൾ നമ്മളെ പോലുള്ള പുതിയ ജനറേഷനൊക്കെ എന്തായി,
ഈ കാലാനുസൃത മാറ്റത്തിലേക്ക് മാറി. എന്നാൽ ഇപ്പോഴും പല ഏരിയകളിലും പല കടകളിലും പല ആൾക്കാരുടെ ഈ ഗൂഗിൾ പേ ഉപയോഗിക്കാത്തവരുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ ഫണ്ട് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട് അല്ലെ. ഗൂഗിൾ പേ ഇല്ലാത്ത ആൾക്കാരും ഫോൺ പേ ഇല്ലാത്ത ആൾക്കാരും ഒക്കെ എല്ലാ ആൾക്കാരില്ലേ. ഇപ്പോഴും പല കടകളിലും ഞാൻ നോക്കുമ്പോൾ തന്നെ പല കടയിലും പല ചായക്കടയിലും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നില്ല. അവർക്കത് അറിയാത്തത് കൊണ്ടാണ്, അല്ല അതൊന്നുമില്ല. അപ്പൊ അല്ലെങ്കിൽ അവർക്ക് മാറാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അവർ ആ പഴയ പോക്ക് പോയാൽ മതി, അതിനുള്ള കസ്റ്റമർ മതി എന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാൽ ചില സ്ഥലത്ത് ഗൂഗിൾ പേ ഉണ്ട്, പഴമയുണ്ട്, പുതുമയുണ്ട്. പൈസയും അവർ വാങ്ങും, എന്നാൽ പൈസ ഇല്ലാത്ത ആൾക്കാരെന്ന് അവര് ഓൺലൈനിൽ കൂടെ ഗൂഗിൾ പേ മുഖാന്തരം പൈസയും രണ്ടും യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം രാഷ്ട്രീയം അതാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. രാഷ്ട്രീയം എന്നുള്ളത് നമ്മൾ സൗകര്യം കൂടുമ്പോൾ നാല് പാർട്ടികൾ ഉണ്ടെങ്കിൽ ഒരു പാർട്ടിക്കാരൻ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടിക്കാരൻ്റെ അടുത്ത് പോയിട്ട് ആ കാര്യങ്ങൾ പറയാം. അവരും കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അബ്ദുള്ളക്കുട്ടി മോഡൽ മൂന്നാമത്തെ പാർട്ടിയിലേക്ക് മാറാം. മനസ്സിലാവുണ്ടോ? ഈ കോൺഗ്രസും CPM-ലും MLA ആയി നിന്ന് അബ്ദുള്ളക്കുട്ടി ഇപ്പം ആരാണ്? ദേശീയ ഉപാധ്യക്ഷനാണ്. എവിടെ? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാണ്. അപ്പം എന്തായി? അദ്ദേഹത്തിന്റെ നിലനിൽപ്പും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങളും എപ്പോഴും അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രേ ഉള്ളു രാഷ്ട്രീയം എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതാണ് ഞാൻ ആകത്തുക. അല്ലാതെ ഒരാള് ഒരു BJP കാരനാണ് എന്ന് കരുതിയിട്ട് അവനെ പണിക്ക് വിളിക്കരുത്. അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാൻ മേസ്ത്രി പണി ചെയ്യായിരുന്നു, ഞാൻ BJP കാരനായതുകൊണ്ട് എന്നെ പണിക്ക് വിളിക്കുന്നില്ല. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രശ്നം. ഞാൻ പാർട്ടി അനുഭാവിയാണ്, പക്ഷെ പുറത്തേക്ക് ഞാൻ പറയില്ല, വോട്ട് ഞാൻ BJPക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ ചോദിക്കാം നിങ്ങളോട്, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം, മനസ്സിലെ സ്വപ്നം എന്തുകൊണ്ട് നിങ്ങൾ പുറത്ത് പറയുന്നില്ല? അതിന് നിങ്ങൾ ആരെയും പേടിക്കുന്നത്? ഇപ്പൊ എന്റെ നാട്ടില്, എന്റെ വണ്ടൂർ പഞ്ചായത്തില് ഒരു വാർഡില് 200 ചില്ലാന് വോട്ടുണ്ട്, 200-ലേറെ വോട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു എന്തില്ല, ബൂത്ത് പ്രസിഡന്റ് പോലും ഇല്ല. പക്ഷെ ആരാണ് ആ വോട്ട് ചെയ്യുന്നത് പോലും അവിടെ ആൾക്കാർക്ക് അറിയില്ല. രഹസ്യമായിട്ട് പ്രണയിക്കുക, BJP രഹസ്യമായിട്ട് പ്രണയിക്കുക, പരസ്യമായിട്ട് തള്ളി പറയും ചെയ്യാം. ഇപ്പൊ സുബൈർ ബാപ്പുവിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങൾക്ക്. പക്ഷെ പരസ്യമായിട്ട് സുബൈർ ബാപ്പുവിനെ കാണുമ്പോൾ എടാ ചെറ്റേ നീ എന്തിനാണോ BJPക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, നീ ആരുടെ കോപ്പ എന്നൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാ, സുബൈർ ബാപ്പുവിനെ പരസ്യമായിട്ട് ചീത്ത പറയാം. രഹസ്യമായിട്ട് കാണുമ്പോൾ ബാപ്പു, ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും അന്ന് ഓരടിയിൽ എനിക്ക് അങ്ങനെ പറയില്ല ആവശ്യമായിട്ടോ ബാപ്പു. കാരണം ബാപ്പുവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാപ്പു BJP കാരനല്ലേ, ഞാനും BJP കാരനാണ്. പക്ഷെ അവരെ മുന്നിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് നാളെ അവരെന്നെ പണിക്ക് വിളിക്കൂല. ഇങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ, എത്ര ആൾക്കാർ അല്ലേ? അതിനാണ് പറയാ പരസ്യമായിട്ട് നമ്മളെ തള്ളുക, രഹസ്യമായിട്ട് നമ്മളെ പ്രണയിക്കുക. അങ്ങനെ പ്രണയിക്കുന്ന ഒരു വാർഡുണ്ട് എന്റെ നാട്ടില്. ആ വാർഡില് 200-ഓളം വോട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും ഇല്ല. അങ്ങനെയൊക്കെ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പൊ അത് എന്തിനാ വെച്ചാല്, അത് ഈ മുകളിലുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ ആ പാർട്ടിയെ സ്നേഹിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. പല രീതിയിലാണ് നമ്മൾ ഒരാളുടെ, ഞാൻ ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് വീഡിയോ ചെയ്യാൻ പോകുന്ന ആളാണ്, അതുപോലെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പോകുന്ന ആളാണ്. കുറെ ആൾക്കാർ അപ്പോൾ നിങ്ങളെ BJP അനുഭാവിയല്ലേ, BJPയിൽ പ്രവർത്തിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. നിങ്ങളെ 2 വീഡിയോസും കാണാറുണ്ട്, സ്ഥലക്കച്ചവടത്തിനും കാണാറുണ്ട്, പൊളിറ്റിക്സും കാണാറുണ്ട് കേട്ടോ, എവിടെ നിങ്ങൾ കൂടെയുള്ള കാക്കാന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ പാർട്ടിയിലുണ്ടോ? ഞാൻ അനുഭാവിയായിട്ട് ഇങ്ങനെ തുടരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മള് ഒന്നാം മൻമോഹൻ സിംഗ് കാലഘട്ടത്തില് CPM 4.5 കൊല്ലം കോൺഗ്രസിന് മൂടി താങ്ങി. അന്ന് 60 MP-മാരുണ്ടായിരുന്നു. CPM-ന്റെ ഏറ്റവും സുവർണ്ണ കാലഘട്ടം എന്ന് അതിന് പറഞ്ഞിരുന്നത്. പ്രകാശ് കാരാട്ടായിരുന്നു അന്ന് സെക്രട്ടറി നാഷണൽ ലെവലിൽ. ആ സമയത്ത് ഇവർക്ക് 60 MP-മാരുണ്ടായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ മൂട് താങ്ങി കൊടുത്തിരുന്നത് ഇവരായിരുന്നു. എന്നാൽ അന്നേ ഒരു കോൺഗ്രസിന്റെ എതിരാളികളുമാണ് BJP വരരുത് എന്ന് കരുതി മൂട് താങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്ന ആൾക്കാർ കേരളത്തിൽ വരുമ്പോൾ ശത്രുക്കളാണ്. പരസ്യമായിട്ട് കോൺഗ്രസിനെ എതിർക്കുകയും ചെയ്യാം, രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അതല്ല പിന്നെ ഇന്ത്യ മുന്നണിയിൽ കാണുന്നത്. കേരളത്തിൽ വരുമ്പോൾ ശത്രുക്കളും, കേരളം വിട്ടു കഴിഞ്ഞാൽ മിത്രങ്ങളും. അപ്പൊ ഇതൊക്കെ എവിടെ ഉണ്ട്? രാഷ്ട്രീയത്തിൽ ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. എന്നാൽ അടിത്തട്ടിലേക്ക് വരുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനോട് ഒരു CPM-കാരൻ മുണ്ടൂല, ഒരു CPM-കാരനോട് ഒരു ലീഗുകാരൻ മുണ്ടൂല, ഒരു ലീഗുകാരൻ BJP-കാരനെ കണ്ടാൽ തിരിഞ്ഞു നോക്കൂല. ഇതൊക്കെ നമ്മൾ അടിത്തട്ടിലെ ലോക്കൽ ഗ്രാമപ്രദേശങ്ങളിൽ പരസ്പരം ഈ മിണ്ടാതി തിരിഞ്ഞോക്കാത്തിയുള്ള സ്വഭാവം നമ്മൾ ഗ്രാമങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. നഗരങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയർന്ന പദവിയിലേക്ക് വരുമ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് കാണാനും പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പൊ അങ്ങനെയൊന്നും ആവരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്നേഹിക്കുക. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരോട് പൊതുവെ അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. കാരണം വെച്ചാൽ ആ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ അവന്റെ കാര്യം അതിനകത്ത് നടന്നില്ല, നേരെ നാളെ CPM-കാരനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അവനോട് പെരുമാറണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് കരുതിയ CPM-കാരന് മുണ്ടനോട് കൂടി അവർ രണ്ടുപേരും എന്തായില്ല, അവര് അലൈൻമെന്റ് ആയിട്ടൊന്നുമില്ല. അവന് നാളെ കോൺഗ്രസിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവന് വരാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ CPM ആണ്, പിന്നെയുള്ള സ്റ്റെപ്പ് BJP ആണ്.
അപ്പം ഒരു കോൺഗ്രസ്സുകാരനെ CPM-കാരനെ ചീത്ത പറയുന്നതിന് പകരം അവനെ സ്നേഹിക്കാൻ പഠിക്കണമെന്നാണ് സുബൈർ ബാപ്പു പറയുന്നത്. ഇവിടെ അതല്ല. ഇവിടെ ഒരു കോൺഗ്രസ്സുകാരനെ കണ്ട ഒരു കോൺഗ്രസ്സുകാരൻ CPM-മാർ അവരെ സൈബർ അറ്റാക്ക് ചെയ്യാണ്. ഒരു STBA-കാരനെ കണ്ട നീ പിന്നെ സുഡാപ്പിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അറ്റാക്ക് ചെയ്യാണ്. ഇതാണോ നിങ്ങൾ പഠിച്ച രാഷ്ട്രീയം? പക്കാ രാഷ്ട്രീയം അതൊന്നുമല്ല. ഒറിജിനൽ രാഷ്ട്രീയം എന്നുള്ളത് തന്റേതായിട്ടുള്ള ദേശം, ഈ രാഷ്ട്രത്തിൽ നീ നിൽക്കുന്ന നിന്റെ പഞ്ചായത്തായാലും നിന്റെ ഒരു ഗ്രാമമായാലും അല്ലെങ്കിൽ നിന്റെ ഒരു വാർഡായാലും അത് ആ ദേശത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ എന്ന ദേശത്തിന്റെ ഭാഗത്തിലാണ് സുബൈർ ബാപ്പു ഇപ്പൊ നിന്ന് സംസാരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു ഭാഗത്ത്, ഇന്ത്യയിലെ ഒരു കോർണറിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ എന്റെ ലൈവായിട്ട് ഈ വീഡിയോ കാണുന്നതും നിങ്ങൾ മറ്റൊരു കോർണറിൽ നിന്നിട്ടാണ്. അപ്പം ഈ ദേശത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഡൽഹിയിൽ പോയിട്ട് സ്നേഹിക്കുക എന്നല്ല അർത്ഥം. നീ നിന്റെ ഗ്രാമത്തിൽ, നിന്റെ വാർഡിൽ, നിന്റെ പ്രദേശത്ത് നിന്നിട്ട് നീ സ്നേഹിക്കണം, നിന്റെ നാടിനെ സ്നേഹിക്കണം. നിന്റെ നാട്ടിൽ നടക്കുന്ന അനീതിക്കും അക്രമത്തിനും വികസന മുരടിപ്പിനെതിരെയും നീ ശബ്ദിക്കണം. അതിന് നിന്റെ കയ്യിലുള്ള ഈ 4-5 ഫോണാണെങ്കിലും ശരി, അത് വെച്ച് നീ വിമർശിക്കണം. നിന്റെ നാട്ടിലെ പൊതു ഖജനാവിൽ നിന്ന് എടുത്ത് പൈസ കൊണ്ട് ചെലവാക്കിയ റോഡായാലും തോടായാലും പാലമായാലും അതിന് പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ നീ ഓൺ സ്പോട്ടിൽ ചൂണ്ടിക്കാണിച്ച് ഇതിവിടെ നടക്കില്ല, ഇതിവിടെ ചെയ്യാൻ പാടില്ല, ഇത് പൊതുജനത്തിന്റെ ഫണ്ടാണ്, അതുകൊണ്ട് ഈ അഴിമതിക്കെതിരെ ഞങ്ങൾ പോരാടുമെന്ന് പറഞ്ഞിട്ട് ശബ്ദിക്കണം. അതാണ് രാജ്യസ്നേഹം, അതാണ് രാഷ്ട്രീയം. അല്ലാതെ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതും ഒരു കോൺഗ്രസ്സുകാരെ CPM-മാരനെ പറഞ്ഞതും CPM-കാരൻ BJP-കാരനെ പറഞ്ഞതും ഇതൊന്നുമല്ല രാഷ്ട്രീയം. അത് അവരുടെ വാദങ്ങളാണ്, അവരുടെ പാർട്ടി നയങ്ങൾ തമ്മിലാണ് ഫൈറ്റ്. അത് പാർട്ടി നയങ്ങൾ എന്ന് പറയാം. നമുക്ക് ഇപ്പൊ ബൈബിളിൽ എഴുതിയതുപോലെയല്ലോ ഖുറാനിലുള്ളത്, ഖുറാനിൽ എഴുതിയതുപോലെ അല്ലല്ലോ ഗീതയിലുള്ളത്. എന്നാൽ ഇതിന്റെ ആകത്തുക നോക്കുമ്പോൾ ഒക്കെ ഒന്നായിരിക്കും. എന്താണ്? നീ ഈശ്വര വിശ്വാസിയായിരിക്കണം, നീ മറ്റുള്ളവന്റെ മുതല് അപഹരിക്കരുത്, മോഷ്ടിക്കരുത്, കളവ് പറയരുത്. ഇതെല്ലാ മതത്തിലുണ്ട്. എന്നാൽ ദൈവത്തെ കുമ്പിടുന്ന രീതിയിലൊക്കെ മാറ്റം വരും. ആണോ? അല്ലേ? അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാൽ ആകത്തുക അവസാനം വരുമ്പോൾ ഈ രാജ്യത്തെ സ്നേഹിക്കണം, ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് നമ്മൾ അതിനെ അടിമപ്പെട്ട് ജീവിക്കണം എന്നുള്ള ഈ വാദങ്ങളൊക്കെ എല്ലാ പാർട്ടിക്കും ഒന്നായിരിക്കും. അപ്പൊ ഇത്ര മാത്രം പറയാണ്. ഞാൻ പറയാൻ വന്ന വിഷയങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു. അതായത് കുറച്ച് യമകണ്ഠന്മാർ ഇങ്ങനെ പറഞ്ഞേ സുബൈർ ബാപ്പു റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നു, അവന്റെ അടുത്ത് പ്രോപ്പർട്ടി വാങ്ങരുത്, അവന് കിട്ടുന്ന പൈസയിൽ അവൻ പൈസ മുഴുവനും അവൻ BJP ഫണ്ടിലേക്കും RSSനെ വളർത്താനാണ് അവൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്ത്, ആ കമന്റുമായി ബന്ധപ്പെട്ടാണ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ലൈവിൽ വന്നത്. അപ്പൊ അതിനുള്ള മറുപടി എന്റെ പ്രവർത്തനത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡിസംബർ 24 4 പ്രോപ്പർട്ടിയാണ് സുബൈർ ബാപ്പു കച്ചവടം ചെയ്തത്. 4 സാധാ നാട്ടിലെ ബ്രോക്കർമാര് ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. 4 പ്രോപ്പർട്ടി പോയിട്ട് ഒരു കച്ചവടം പോലും നടക്കാത്ത എത്രയോ ആൾക്കാർ നമുക്കിടയിലുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഈ ന്യൂ ഇയറിൽ നടന്നുകൊണ്ടിരിക്കണല്ലോ, 2025 ജനുവരി 3-ാം തീയതി മഞ്ചേരി വെച്ചൊരു കമ്മിറ്റി നടന്നു. മനസ്സിലുണ്ടോ? അപ്പം ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, കോൺടാക്റ്റിൽ വരുന്നുണ്ട്, പ്രോപ്പർട്ടികൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാൻ മഞ്ചേരിയിൽ നിന്ന് വരുന്ന വൈക്കന്നെ നിലമ്പൂര് ഇന്നലെ ഒരു പ്രോപ്പർട്ടി വീഡിയോ ചെയ്തിരുന്നു, അത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അതും കച്ചവടമാവും. വീഡിയോ ചെയ്തിട്ട് 1 മാസം ആവുന്നുള്ളൂ. അപ്പോൾ എന്നെ വിളിക്കാനും എന്നിൽ നിന്ന് പ്രോപ്പർട്ടി വാങ്ങാനും എന്നെ പ്രോപ്പർട്ടി വിൽക്കാൻ ഏൽപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്റെ നമ്പറും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം. 9562 746 717, 9562 746 719. ഈ 2 നമ്പറിലും വിളിക്കാം. ഓക്കെ, ആരെങ്കിലും കമന്റ് ചെയ്ത് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. പ്രത്യേകിച്ച് ആരും കമന്റ് എഴുതി കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാൻ സംസാരിക്കുന്നതിനിടയിൽ കമന്റ് വായിക്കാറില്ല. എല്ലാം കഴിഞ്ഞിട്ട് അവസാന ഘട്ടത്തിലാണ് ഞാൻ എല്ലാ കമന്റും വായിച്ച് റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ നോക്കേ, ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വർഷത്തെ ആദ്യത്തെ ലൈവാണ് അല്ലേ, 2025 ഫസ്റ്റ് ലൈവാന്ന് തോന്നുന്നു. ഫസ്റ്റ് ലൈവാണ് നമ്മൾ അപ്പന സപ്നയിൽ വരുന്നത്. അപ്പം എല്ലാവർക്കും നന്ദിയും കടപ്പാടെ അറിയിക്കുന്നു. ഓക്കെ.